ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 6ാമത്തെ യൂണിറ്റായ പിന്നിട്ട പാതകൾ എന്നതിലെ ഒറ്റപ്പൂങ്കാവിൽ എന്നുള്ള ഒരു പാഠഭാഗമാണ്. ഇതൊരു കവിതയാണ്, ഒരു സിമ്പിളായിട്ടുള്ള കവിത. ഈ കവിതയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD4 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് പാഠം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കാര്യം തന്നിട്ടുണ്ട്. നോക്കൂ, തമിഴിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത് എങ്ങനെയാണെന്ന്. ഇന്ത്യ എനത് നാടു, എനത് സ്വന്ത നാടു, ഇന്ത്യ എനതു ഉയിരിനും ഉയിരാന നാടു, ഉയിരാന നാടു. കന്നഡത്തിൽ എങ്ങനെയാണ്? ഭാരത നന്ന ദേശ, നന്ന സ്വന്ത ദേശ, ഭാരത നന്ന ജീവക്കിന്ത, ജീവവാദ ദേശം, ജീവവാദ ദേശം. ഹിന്ദിയിലോ? भारत मेरा देश, मेरा अपना देश, भारत मेरा जान से भी प्यारा अपना देश, प्यारा अपना देश. മലയാളത്തിൽ മക്കളത് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, ജീവനായ രാജ്യം. അതിൻ്റെ തമിഴും കന്നഡയും ഹിന്ദിയുമാണ് തന്നത്. അതിന് താഴെ ഒരു ചോദ്യമുണ്ട്. ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യം കണ്ടല്ലോ, ചിത്രത്തിലെ കുട്ടികളുടെ വേഷത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ചിത്രം നോക്കൂ മക്കളെ, ഇതാണ്. ഒരുപാട് കുട്ടികൾ കൈകോർത്ത് നിൽക്കുന്നുണ്ട്. അവർ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളാണല്ലേ ധരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇതിൽ വൈവിധ്യമാർന്ന ഭാഷകളെയും സംസ്കാരങ്ങളെയും സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ വിവിധ ഭാഷകളിലുള്ള തമിഴ്, കന്നഡ, ഹിന്ദി വരികൾ നൽകിയിട്ടുണ്ട്. കുട്ടികൾ പരസ്പരം കൈകോർത്ത് നിൽക്കുന്നത് ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങൾ കുട്ടികൾ ധരിച്ചിരിക്കുന്നു. ജീവനായ നാട്. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഈ ആശയം കഥയിലും കവിതയിലും മറ്റും പല രീതിയിൽ കടന്നു വരുന്നുണ്ട്. അത്തരമൊരു കവിതയാണ് ഒറ്റപ്പൂങ്കാവിൽ. ഒറ്റപ്പൂങ്കാവിൽ എന്ന് വെച്ചാൽ എന്താ? ഒരു പൂങ്കാവ് എന്ന് വെച്ചാൽ പൂന്തോട്ടം. അപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂങ്കാവിലുണ്ട് അനേകം പൂവുകൾ, ഒരുപാട് അന്തരം അവയ്ക്കോരോന്നിനും. മണത്തിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, മധുവിലും കാണാം പെരുത്തു വ്യത്യാസം. ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ഇവയ്ക്കു മൊത്തത്തിൽ ഒരൊറ്റ പേർ പുഷ്പം. ഇതേ വിധം തന്നെ കഴിയുന്നു നമ്മൾ, ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ. പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലതുമെങ്കിലും മനുഷ്യരാണ് നാം. നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്നേഹം, നമുക്കുണ്ടാകണം അകത്തു കാരുണ്യം. ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ചു ചിരിച്ചിടണം നാമെല്ലാം. എഴുതിയത് PT അബ്ദുറഹ്മാനാണ്. അരിപ്പക്കുട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ്. ഇനി കവിതയിലെ വരികളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒറ്റപ്പൂങ്കാവിൽ. ഒരു പൂങ്കാവിലുണ്ട് അനേകം പൂവുകൾ. ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട്. അനേകം എന്ന് വെച്ചാൽ ഒരുപാട് പൂവുകളുണ്ട്. ഒരുപാട് അന്തരം അവയ്ക്ക് ഓരോന്നിനും. ആ ഓരോ പൂവിനും ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മണത്തിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, മധുവിൽ വ്യത്യാസം, അതായത് തേനിൻ്റെ രുചിയിൽ വ്യത്യാസം, പെരുത്തു വ്യത്യാസം. കാണാം നമുക്ക് പെരുത്തു വ്യത്യാസം എല്ലാത്തിലും. അതിൻ്റെ പൂവിൻ്റെ പല പൂക്കളുടെയും നിറത്തിലും മണത്തിലും അതിൻ്റെ ഷേപ്പിലും ആകൃതിയിലും തേനിൻ്റെ രുചിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ഇവയ്ക്കു മൊത്തത്തിൽ ഒരൊറ്റ പേർ പുഷ്പം. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടായാലും നമ്മൾ പൊതുവായി ഈ പൂക്കളെയൊക്കെ പുഷ്പം അല്ലെങ്കിൽ പൂവ് എന്നൊറ്റ പേരല്ലേ പറയാം. ഇതേ വിധം തന്നെ കഴിയുന്ന നമ്മൾ, ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ. ഈ പൂക്കളെപ്പോലെ തന്നെയാണ് നമ്മളും, അതായത് നമ്മളിലും നമ്മൾ മനുഷ്യർ. നമ്മുടെ പേര് മാനവർ, മനുഷ്യർ. നമ്മൾ മനുഷ്യരും പൂക്കളെപ്പോലെ തന്നെയാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വേഷത്തിൽ, ഭാഷയിൽ, ദേശത്തിൽ, ജാതിയിൽ, മതത്തിൽ, പിന്നെ നിറത്തിൽ, വർണ്ണത്തിൽ, എല്ലാത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും നമ്മളെല്ലാവരും മനുഷ്യർ എന്നുള്ള ഒറ്റ പേരിലാണല്ലേ അറിയപ്പെടുന്നത്. പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണ് നാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരിൽ പല മതക്കാരുണ്ട്, ജാതിക്കാരുണ്ട്, പല നിറമുള്ള ആളുകളുണ്ട്, പല പല ദേശങ്ങളിലുള്ളവരുണ്ട്, പല നാടുകളിലുള്ളവർ, പല പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസം മനുഷ്യരുണ്ടെങ്കിലും നമ്മളെല്ലാവരും എന്താണ്? മനുഷ്യൻ എന്ന് പറയുന്ന
ഒരൊറ്റ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്നേഹം. നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പരസ്പരം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം. നമുക്കുണ്ടാകണം അകത്തു കാരുണ്യം. അതുപോലെ എല്ലാവരോടും നമുക്ക് നമ്മുടെ ഉള്ളിൽ കരുണ ഉണ്ടായിരിക്കണം. ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ച് ചിരിച്ചിടണം നാമെല്ലാം. ഒരു പൂന്തോട്ടത്തിൽ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ, അവയൊക്കെ എപ്പോഴും എന്താണ്, ചിരിച്ചുകൊണ്ടാണല്ലേ. പൂക്കളെല്ലാവരും വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാതും എപ്പോഴും നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ സന്തോഷവും കുളിർമയും നൽകുന്നവയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിരിച്ചിടണം. അതായത് നമ്മളെല്ലാവരും നല്ല സൗഹാർദ്ദത്തിലും നല്ല സ്നേഹത്തോടെയും പരസ്പരം കരുണയോടെയും കൂടിയിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഒരു ദേശക്കാരാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട്, എന്ന ബോധത്തോടു കൂടിയിട്ട് കഴിയണം എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. കവിത താളമിട്ട് ചൊല്ലൂ. ഈ കവിതയുടെ താളത്തിന് എന്തു പ്രത്യേകതയാണ് കണ്ടെത്താനായത്? മക്കൾ നല്ല താളത്തിൽ ചൊല്ലി നോക്കുക. അപ്പോൾ പ്രത്യേകതകൾ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഈ കവിതയിലെ വരികൾക്ക് ഒരേ താളമാണുള്ളത്. അവസാന അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്കൊരു പ്രത്യേക ഭംഗി, സംഗീത ഭംഗി നൽകുന്നുണ്ട്. വളരെ ലളിതമായ ഭാഷയും ഈണവുമാണ് കവിതയ്ക്കുള്ളത്. അതിനാൽ തന്നെ കവിത കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാവുന്നു. ചോദ്യം 2. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്തൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ മഹാനാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങളെ എതിർക്കുകയും നാം എല്ലാം മനുഷ്യർ എന്ന ഒറ്റ ജാതിയിൽപ്പെട്ടവരാണെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു അദ്ദേഹം. ഇതേ ആശയം തന്നെയാണ് ഒറ്റപ്പൂങ്കാവിൽ എന്ന കവിതയിലും ഉള്ളത്. പല മതങ്ങളിലും ജാതികളിലും പെട്ടവരാണെങ്കിലും മനുഷ്യൻ ഒന്നാണെന്ന ആശയമാണ് ഈ കവിതയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത്. പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് വ്യത്യസ്ത നിറവും മണവും രുചിയുമാണുള്ളത്. എന്നിരുന്നാലും അവയെല്ലാം പൂക്കൾ എന്ന ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമായവരാണ് നാം മനുഷ്യരുടെ കാര്യവും. പല കാര്യങ്ങളിലും വൈവിധ്യം നമുക്കിടയിൽ ഉണ്ടെങ്കിലും ഈ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മെ മനുഷ്യർ എന്ന ഒറ്റ പേരുകൊണ്ട് ചേർത്തു നിർത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം നമ്മെ എപ്പോഴും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചോദ്യം 3. വരികളെയും ചിത്രങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും? മക്കൾ കവിതയിൽ തന്നിരിക്കുന്ന ചിത്രങ്ങൾ 2 തന്നിട്ടുണ്ട് 2 പേജിലും. അത് നോക്കുക. കവിതയിലെ വരികളും ചിത്രവും ചേർത്ത് വായിക്കുമ്പോൾ വൈവിധ്യമാർന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ മനോഹരമായ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ ചിത്രത്തിൽ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ, പൂക്കളുടെ മുഖം മൂടി അണിഞ്ഞ മനുഷ്യരെ കാണാം. ഇത് പൂക്കളെപ്പോലെ തന്നെ നാം എല്ലാവരും വ്യത്യസ്തരാണെന്നും എങ്കിലും ഈ വ്യത്യസ്തതയിലും നമുക്ക് ഭംഗിയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ പല വർണ്ണങ്ങളോടെ പൂത്തു നിൽക്കുന്ന മരവും അതിൽ പല നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും കിളികളെയും നമുക്ക് കാണാം. ഇതും വൈവിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വൈവിധ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭംഗിയുള്ളൂ എന്ന് ഈ 2 ചിത്രങ്ങളും വിളിച്ചു പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ കവിതയിൽ നമുക്ക് നോക്കാനുള്ളത്. ചെറിയൊരു കവിതയാണ്. കവിതയുടെ ആശയവും അതിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്